ഹാഫ് വരണം, സെക്കൻഡ് ഹാഫ് വരണം എന്ന് പറയുന്ന സംഭവം തമ്മിലുള്ള ആ വ്യത്യാസം കാണിക്കുന്നുണ്ട് അതിൽ ശരിക്കും അല്ലേ. അത് നന്നായി ചിത്രീകരിച്ച് നല്ല RR, നല്ല ടേക്കിങ്സ്, എനിക്ക് നല്ല ഇഷ്ടമായി. രണ്ട് ഗെറ്റപ്പുകൾ എങ്ങനെയാണ് അത്? അതിനധികം സമയം എടുത്തോ? ഇല്ലില്ല, അതൊന്നും ഒത്തില്ല. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്തു, ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തു. നല്ല സിനിമയുടെ ഭാഗമായ സന്തോഷമുണ്ടല്ലോ. വളരെ സന്തോഷമാണ്. അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പം നമ്മളൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം. ഇതിനൊരു പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ തന്നെയാണത്. അതിൽ സീൻ്റെ എണ്ണം കൂടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. താങ്ക് യു. കാണുക എന്നുള്ളതല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. സാർ ഇതിൻ്റെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ക്ലാസിക് ക്രൈം സിനിമകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടച്ചും ഒരു ലുക്കും ഒക്കെ അന്വേഷണം കണ്ടത്തിനുള്ള പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ RR ഒക്കെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ്. ഒരു രീതിയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത നമ്മുടെ പാരമ്പര്യ കാഴ്ചശീലങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നതാണ് അന്വേഷണം കണ്ടത്തിൻ്റെ എഫേർട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര കഥാപാത്ര നിർമ്മിതി വരെ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ചധികം കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടല്ലേ ഈ സിനിമ? അല്ല, ഡാർവിൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കൺവെൻഷണൽ സിനിമ പാറ്റേൺ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഒരു സിനിമ ഒരു ക്രൈം ഉണ്ടാവുന്നു, അത് അന്വേഷിക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തീരുന്നു. പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തൊരു പാറ്റേണിലേക്ക് ഫിലിം മേക്കിംഗ് ഡാർവിനും ജീനുവും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ മെറിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ട് ശീലിച്ച ഒരു പാറ്റേൺ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതേ ജോണറിലുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അത് അതിൻ്റെ മേക്കേഴ്സ് ആലോചിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അന്വേഷണം കണ്ടെത്തുന്ന കഥാപാത്രങ്ങളും അതിൻ്റെ കഥാപരിസരവും അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എനിക്കിഷ്ടമായത് ചീഫ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പോലും ആ ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ആ ഒരു അപ്രോച്ച് ഇൻ്റലിജൻസൊക്കെ വളരെ നന്നായിരുന്നു. ടോവിനോയുടെ ഒരു പ്രകടനം. യെസ് ടോവിനോ തോമസിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. വളരെ ഒരു ഓവർ അറഗൻറ്റോ ഇല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഒരു ഭയങ്കര ചടുലമായ ടൈപ്പല്ല. വളരെ സബ്റ്റിലും വളരെ ഒരു പേസൊക്കെ വളരെ നന്നായിരുന്നു എല്ലാം. സാർ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ ഉണ്ടല്ലോ സാർ, 2 കേസുകൾ. അല്ല, ഇത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. ഇങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. ഇതിനോട് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കുറ്റാന്വേഷണ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേ, എന്തോ ഒരു കുറ്റാന്വേഷണ സിനിമ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേ അന്വേഷിപ്പിക്കേണ്ടതിന് എത്ര മാർക്ക് കൊടുക്കും? അങ്ങനെ ഞാൻ പറയില്ല, അത് ചോദിക്കരുത്. മാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു മികവ് എന്നുള്ള രീതിയിൽ. അത് കാരണം വെച്ചാൽ ഓരോ സ്റ്റൈലുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് ഇത് എളുപ്പമല്ല. ഒരു തുമ്പും തുരുമ്പും ഇല്ലാത്തൊരു കേസാണ് ഈ കണ്ടുപിടിച്ച് അവസാനിപ്പിക്കാന്നുള്ള തമാശയൊന്നും അല്ല അത്. ഒരു മികച്ച സിനിമാനുഭവം തന്നെയായിരുന്നു. ആ, തീർച്ചയായിട്ടും. എസ്പെഷ്യലി ആദ്യത്തൊക്കെ അത് ഭയങ്കര ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അതിനകത്ത്. പടം ഞാനിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം കാണണേ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യവും 2ാമത്തെ പ്രാവശ്യവും എനിക്ക് മിസ് ചെയ്തെന്ന് പോയ കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ, അപ്പം അത്രയ്ക്കും ശ്രദ്ധിക്കാതെ പോയ കുറച്ചും കൂടെ കാര്യങ്ങൾ, കുഞ്ഞു ഡീറ്റെയിൽസൊക്കെ ഈ 3ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മുടെ ക്രൂവിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇപ്രാവശ്യം കണ്ടത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം 2 പ്രാവശ്യം കണ്ടത് ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു. അപ്പോൾ ക്രൂവിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ കൂടെ കാണുന്ന വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയപ്പം സന്തോഷം. പോലീസ് ഉദ്യോഗസ്ഥരും പണം കണ്ടിട്ടുണ്ട്. അതെ, കണ്ടവരെ എല്ലാവരും കുറച്ച് പേര് വന്നിട്ട് നല്ല സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ അവർക്കൊക്കെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. അതായത് ഇത് അന്വേഷകരുടെ കഥയല്ലേ, അന്വേഷകരുടെയും പിന്നെ അന്വേഷണങ്ങളുടെയും കഥയല്ലേ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചൊക്കെ റിലേറ്റബിളായിട്ട് ഉണ്ടായിരുന്നായിരിക്കും. കാരണം നമ്മുടെ സിനിമയെ നമുക്കൊരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ ഉൾപ്പെടുത്താമല്ലോ. അപ്പോൾ സന്തോഷം തോന്നി. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നായിരിക്കും. കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചും കൂടെ എന്തായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ആ ഒരു ആർട്ട് വർക്ക്. അപ്പോൾ അങ്ങനെ